ഹായ് ഹലോ നമസ്കാരം. ഇത് നമ്മുടെ അന്നക്കുട്ടീൻ്റെ ബർത്ത്ഡേ അന്നത്തെ ബാക്കിയുള്ള വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. പിന്നെ നമ്മൾ എല്ലാവരും കൂടിയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ കേക്കൊക്കെ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ ഏട്ടനെ നമുക്ക് ഓൺലൈനിൽ കിട്ടണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവൻ വന്നു. അങ്ങനെ ഞങ്ങൾ അവന് കാണുന്ന രീതിയിൽ ഫോണൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. പിന്നെ അന്നമോളുടെ അമ്മമ്മയും അമ്മച്ചനും പിന്നെ ആദ്യേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വന്നതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. അങ്ങനെ കേക്കൊക്കെ നല്ല സന്തോഷമായിട്ട് എല്ലാവരും കൂടി കട്ടൊക്കെ ചെയ്തതിന് ശേഷം അവൾക്ക് വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവരും തന്നെ വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവളുടെ ബർത്ത്ഡേ വന്നത് വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം അവൾ ജനിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും നമുക്ക് വിഷു കഴിഞ്ഞ് ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോകും. പിന്നെ അവളുടെ റിലേറ്റീവ്സും ഒക്കെ വരുന്നൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എപ്പോഴും ആ ഒരു ബർത്ത്ഡേ ടൈമിന് എല്ലാവരും അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റാറുണ്ട് എല്ലാ പ്രാവശ്യവും. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നോ രണ്ടോ ദിവസം മാറിപ്പോകുന്നല്ല, എന്നാലും ഞാൻ ഉണ്ടാവാറുണ്ട് എല്ലാ ബർത്ത്ഡേക്കും അവളുടെ. നാളിലും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. പിറന്നാൾ വെച്ചാൽ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ്, മെയ് 5-നൊക്കെയാണ് വരുന്നത്. പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഈ ടൈമിന് തന്നെ വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ടിങ്ങിനെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ പാത്രത്തിലാക്കുകയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞത് പെരി പെരി അൽഫാമും പിന്നെ മന്തിയാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ അവർ എന്താണ് ടൊമാറ്റോ സോസ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ചട്നി, ടൊമാറ്റോ ചട്നി, പിന്നെ എന്താണ് മയണൈസ്, പിന്നെ ഒരു സാലഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഭക്ഷണം കഴിക്കാൻ ഒരു രണ്ടാമത്തെ ട്രിപ്പിൽ നമ്മളെല്ലാം കൂടെ ഇരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളിതാ ഒരു മാംഗോ ജ്യൂസ് ഉണ്ടാക്കി കേട്ടോ വൈകുന്നേരം ആയപ്പം. അതിൻ്റെ കൂടെ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ പ്ലം കേക്കാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതാ നമ്മൾ സന്ധ്യ ആയപ്പോഴത്തേക്ക് നമ്മൾ പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയിട്ടോ മക്കൾ. കമ്പിത്തിരിയും പൂത്തിരിയും ബാക്കിയുള്ള എല്ലാ പടക്കങ്ങളും പിന്നെ നമ്മൾ കൊണ്ടുപോയത് കൂടാതെ ലിയൻ്റെ അച്ഛനും അമ്മയും വരുമ്പോൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പ്രാവശ്യത്തെ വിഷു ആഘോഷ വീഡിയോ ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇതാ ലാസ്റ്റ് നമ്മളൊരു അടിപൊളി ഷോർട്സിൻ്റെ വീഡിയോ ആയിട്ട് നമ്മളിവിടെ നിർത്തുകയാണ് കേട്ടോ. ഓക്കെ, ബായ്.